നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലണമെന്ന ചീഫ് സെക്രട്ടറി സർക്കുലർ ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമാണെന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന്റെ പ്രസ്താവന സത്യപ്രതിജ്ഞാ ലംഘനമെന്ന് കെ രാജൻ MLA. ദുരിതബാധിതരോട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരിക്കേണ്ടത് ധാർഷ്ട്യത്തോടെയല്ല, മാനവിക ഭാഷയിലാണെന്നും കെ രാജൻ. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിൽ ചിറക്കോണത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ തോന്നൂർക്കര സ്വദേശി അർജുൻ കൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത്. പഴയന്നൂർ കല്ലേപ്പാടത്ത് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിൽ ഇടിച്ചു തകർത്തു. ജുമാ മസ്ജിദ് പള്ളിക്ക് മുൻവശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമതിലിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ തിമിംഗലത്തിന്റെ ജഡം കരക്കടിഞ്ഞു. ദിവസങ്ങൾ പഴക്കമുള്ള ജഡകം അഴുകിയ നിലയിലാണ്. വടക്കാഞ്ചേരിയിൽ യുവാവിനെ കുത്തേറ്റു. ആക്രമണത്തിൽ പരിക്കേറ്റ ഏങ്കക്കാട് സ്വദേശി സൂരജിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശവ്യാപകമായി നടക്കുന്ന ജയിൽ നിറയ്ക്കൽ സമരത്തിന്റെ ഭാഗമായി ജില്ലാ സംയുക്ത കർഷക തൊഴിലാളി ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂർ പട്ടാളം റോഡിലെ സ്പീഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കേരള കർഷക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ പനോളി ഉപരോധം ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് കമ്മിറ്റി യോഗം കോൺഗ്രസ് മെമ്പർമാർ ബഹിഷ്കരിച്ചു. UDF സർക്കാരിനെതിരെ വ്യാജ പ്രമേയം ഇറക്കിയ LDF പഞ്ചായത്ത് ഭരണസമിതിയിലെ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം. ന്യൂസ് പേപ്പർ ഏജന്റ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിന അവധി പത്ര ഏജന്റുമാർക്ക് നിഷേധിച്ച ചില പത്ര മാനേജ്മെന്റുകളുടെ തൊഴിലാളി വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധ സമരം. ഗുരുവിന്റെ വിശ്വമാനവികതയെ ആസ്പദമാക്കി കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയും ആർട്സ് ഓഫ് കളരിപ്പറമ്പും സംയുക്തമായി പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചു. ഡോക്ടർ സുനിൽ P. ഇളയിടം മുഖ്യ പ്രഭാഷണം നടത്തി. റോഡരികിലെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ചും സൂചനാ ബോർഡുകൾ വൃത്തിയാക്കിയും പറപ്പൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തകർ മാതൃകയായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് PP ജോണി, യൂത്ത് വിംഗ് പ്രസിഡന്റ് സിനിൻ ജോസഫ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൂട്ടമംഗലം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. KK വത്സരാജ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭ മുൻ കൗൺസിലർ KV ലതയുടെ 5ാം അനുസ്മരണ സമ്മേളനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കുണ്ടന്നൂർ ശ്രീ എരിഞ്ഞിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട് എന്നിവ നടന്നു. ഗണപതി ഹോമത്തിന് ക്ഷേത്രം തന്ത്രി ആവണപ്പറമ്പ് നിതിൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ഒല്ലൂർ വിശുദ്ധ ഏവുപ്രാസ്യ അതിരൂപത തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഏവുപ്രാസ്യാമ്മയുടെ 20ാമത് തിരുനാൾ ഈ മാസം 20 മുതൽ 29 വരെ ആഘോഷിക്കും. 20-ന് വൈകിട്ട് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ കൊടിയേറ്റം നിർവഹിക്കും. ആരോഗ്യരംഗത്ത് ജനങ്ങൾ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് NHM ജീവനക്കാർ നിർവഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് രാജൻ J. പല്ലൻ MLA. ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ അനുകൂല തീരുമാനം എടുക്കുമെന്നും MLA. CPI അയ്യന്തോൾ ടൗൺ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷെബീർ യാദയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിൽ നടക്കുന്ന DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി DYFI വിൽവട്ടം മേഖലയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ ഉദ്ഘാടനം ചെയ്തു. CPI സംഘടിപ്പിക്കുന്ന ഡൽഹി ചലോ മാർച്ചിന്റെ ഭാഗമായി ചാഴൂർ ലോക്കൽ കമ്മിറ്റി നടത്തിയ കാൽനട പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം സംസ്ഥാന കൗൺസിൽ അംഗം ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗീതാ ഗോപി MLA, KK ജോബി, ജാഥ ക്യാപ്റ്റൻ BA ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളത്തിൽ മുങ്ങി ഒരാഴ്ചയോളമായി ഗതാഗതം തടസ്സപ്പെട്ട മനക്കുടി പുള്ളൂരോട് CPM കർഷക സംഘ നേതാക്കൾ സന്ദർശിച്ചു. വാര്യംപടവ്, അഞ്ചുമുറി എന്നീ പാടശേഖര സമിതികൾക്ക് കൃഷിപ്പണിക്കായി മോട്ടോർ പ്രവർത്തിക്കാനാകാത്ത സാഹചര്യവും സംഘം പരിശോധിച്ചു. BJP ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡുകളുടെ ശോചനീയാവസ്ഥയും വെള്ളക്കെട്ടും പരിഹരിച്ച് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധ സമരം നടത്തി. BJP സൗത്ത് ജില്ലാ സെക്രട്ടറി ശ്യാംജി മാടത്തിങ്കൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു.
വെങ്കിടങ്ങിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ബോധവൽക്കരണ ക്ലാസും ക്ഷേമനിധി വിഹിത സ്വീകരണവും നടന്നു. മത്സ്യത്തൊഴിലാളി വാട്സപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ കുട്ടികൾക്ക് കരാട്ടെ പരിശീലനത്തിന് തുടക്കം കുറിച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് ചൂണ്ടൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പെരുവല്ലൂർ ശ്രീ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ട് നടത്തി. വിശേഷാൽ പൂജകൾക്ക് തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി അരുൺകുമാർ എംബ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കടൽക്ഷോഭം തടയുന്നതിനായി സമർപ്പിച്ച 320 കോടി രൂപയുടെ പദ്ധതിക്ക് അടിയന്തരമായി അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി 2 ആഴ്ചയ്ക്കകം ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർമാരോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. വെങ്കിടങ്ങ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി. റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക, തെരുവുനായ്ക്കളുടെ ശല്യത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പറമ്പൻതളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കർക്കിടക വാവുബലി തർപ്പണം ബുധനാഴ്ച നടക്കും. ബലികർമ്മങ്ങൾക്ക് അങ്കമാലി അജിത് ശാന്തി ആചാര്യസ്ഥാനം വഹിക്കും. കുന്നംകുളത്തുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ പിഗ് ബ്രീഡിംഗ് യൂണിറ്റിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചു. ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസ് ലബോറട്ടറിയിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു.